നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. വാർത്തകളിലേക്ക്. രാജ്യത്തെ ആദ്യത്തെ അംഗീകൃത ലോട്ടറി പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ് നൽകി യുഎയുടെ ഗെയിമിംഗ് അതോറിറ്റി. ഗെയിം ഡെവലപ്മെന്റ്, ലോട്ടറി ഓപ്പറേഷൻസ്, ഗെയിമിംഗുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്ററായ ദി ഗെയിം LLCക്കാണ് ലോട്ടറി ലൈസൻസ് ലഭിച്ചത്. UAE ലോട്ടറിയുടെ ബാനറിലാണ് പ്രവർത്തിക്കുക. കളിക്കാരുടെ താൽപര്യങ്ങളും സാമ്പത്തിക മുൻഗണനകളും നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വൈവിധ്യമാർന്ന ലോട്ടറി ഗെയിമുകളും മറ്റു ഗെയിമുകളും എൻറ്റിറ്റി വാഗ്ദാനം ചെയ്യും. ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രഖ്യാപനം രാജ്യത്തെ വാണിജ്യ ഗെയിമിംഗ് മേഖലയ്ക്ക് പുതിയ നാഴികക്കല്ലാണ്. ലോട്ടറി പ്രവർത്തനങ്ങൾക്കായി അച്ചടക്കമുള്ള ലോകോത്തര നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്നത് മാത്രമല്ല, സുരക്ഷിതവും സമ്പുഷ്ടവുമായ വാണിജ്യം പരിപോഷിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നതാണ് യുഎയുടെ ലോട്ടറിയുടെ ലോഞ്ച് എന്ന് GCGRA ചെയർമാൻ ജിം മുറേർ പറഞ്ഞു. GCGRAയുടെ അംഗീകാരമില്ലാതെ യുഎയിൽ വാണിജ്യ ഗെയിമിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ നടത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹമാണെന്നും അധികൃതർ വ്യക്തമാക്കി. എത്യോപ്യയിൽ 250-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണ എത്യോപ്യയിലേക്ക് നിർണായക സഹായവുമായി UAE ഇന്ന് ശനിയാഴ്ച ഒരു വിമാനം അയച്ചു. കനത്ത മഴയെ തുടർന്നാണ് ഗോഫാസോസണിലെ മലയോര മേഖലയിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത്. ആഫ്രിക്കൻ രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് റിപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള ആഘാതമുള്ള കമ്മ്യൂണിറ്റികൾക്ക് സഹായഹസ്തം നീട്ടാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങൾക്ക് ഈ സംഭാവനകൾ അടിവരയിടുന്നത് അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി എടുത്തു പറഞ്ഞു. മലയാളി പ്രവാസി സമൂഹത്തെ പ്രചോദിപ്പിക്കാനും ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ട് ദുബായ് KMCC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഇൻസ്പയർ 2024 എന്ന പേരിൽ പ്രചോദന സദസ്സ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 11 തീയതി രാവിലെ 10 മണിക്ക് അബുഹയിലുള്ള ദുബായ് KMCCയുടെ പ്രധാന ഹാളിലാണ് പരിപാടി. പ്രമുഖ പ്രചോദക പ്രഭാഷകൻ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരാണ് ചടങ്ങിന് നേതൃത്വം നൽകുക. ഇതുമായി ബന്ധപ്പെട്ട് ബ്രോഷർ പ്രകാശനം കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നു. UAE KMCC ജനറൽ സെക്രട്ടറി PK അൻവർ നഹിയുടെ സാന്നിധ്യത്തിൽ വ്യവസായി കബീർ ടെലികോൺ സാഹോം പ്രോപ്പർട്ടീസ് ചെയർമാൻ സുൽഫീഖർ അഹമ്മദ് മൈലക്കരയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. VC സൈദലവി, ജബ്ബാർ ക്ലാരി, സാദിഖ് തിരൂരങ്ങാടി, ഗഫൂർ കാലടി, മുജീബ് മറ്റത്ത്, VK ജലീൽ, റഹ്മത്തുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവിതത്തിൽ ആരും ആഗ്രഹിക്കും വിമാനത്തിലൊന്ന് കയറണമെന്ന്. വെറുതെ അങ്ങ് കയറിയാൽ മാത്രം പോരാ, പറക്കുകയും വേണം. എന്നാൽ അതിന്റെ ചിലവ് സാധാരണക്കാർക്ക് താങ്ങാനാകുമോ? ചെറിയ ചിലവിൽ വിമാനയാത്ര നടത്താനുള്ള സൗകര്യവും നമ്മുടെ രാജ്യത്തുണ്ട്. അതും 500 രൂപയിൽ താഴെ ചിലവാക്കിയാണ് ഈ വിമാനയാത്ര. രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഫ്ലൈറ്റ് ഇന്ത്യയിലെ 2 മനോഹര നഗരങ്ങളായ ഗുവാഹത്തിക്കും ഷിലോങ്ങിനും ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ നിരക്ക് 150 രൂപ മാത്രം. അലയൻസ് എയറിന്റേതാണ് ഈ ഫ്ലൈറ്റ്. 50 മിനിറ്റാണ് യാത്രാ ദൈർഘ്യം. യാത്രക്കിടെ ജനലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മലകളുടെയും താഴ്വാരങ്ങളുടെയും മനോഹരമായ കാഴ്ചകളും കാണാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിമാന സർവീസ് നടത്തുന്ന ഇന്ത്യയുടെ ഒരു പ്രാദേശിക എയർലൈൻ കമ്പനിയാണ് അലയൻസ് എയർ. വിമാന കമ്പനികളുടെ കൊള്ളയ്ക്കെതിരെ വസ്തുതകൾ നിരത്തിയുള്ള ഷാഫി പറമ്പിൽ MPയുടെ ലോക്സഭാ പ്രസംഗം ഗൾഫ് നാടുകളിൽ ട്രിപ്പിൾ വൈറൽ. ഇന്ത്യൻ പാർലമെന്റിൽ പ്രവാസികൾക്കു വേണ്ടി ഗർജിക്കാൻ ഈ ചുണക്കുട്ടൻ വേണ്ടി വന്നു. മന്ത്രിക്കും സ്പീക്കർക്കും മറുപടി നൽകേണ്ടിയും വന്നു. പ്രവാസ ലോകത്ത് നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പ്രവാസിയുടെ വിമാനയാത്രാ നിരക്കിനെ കുറിച്ച് സംസാരിക്കാൻ അറപ്പും വെറുപ്പുമായിരുന്നു. നമ്മുടെ ആതിഥ്യം ആവോളം ആസ്വദിച്ച ഈ ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലിനെ നമിക്കണം. അടിമകാലം കഴിഞ്ഞു, ജനാധിപത്യം പുലർന്നു. ഇപ്പോഴും ലോകത്ത് കടുത്ത ചൂഷണത്തിന് വിധേയമാകുന്ന വിഭാഗം പാവം പ്രവാസികൾ മാത്രം. ഷാഫി പറമ്പിലിന് ബിഗ് സല്യൂട്ട്. ഉയർന്ന വിമാനയാത്രാ നിരക്ക് പ്രശ്നത്തിന് ഗൾഫ് പ്രവാസത്തോളം പഴക്കമുണ്ട്. രാജ്യത്ത് സൈബർ സുരക്ഷ ശക്തമാക്കുന്നതിന് 3 പുതിയ നയങ്ങൾ രൂപപ്പെടുത്തുമെന്ന് വെളിപ്പെടുത്തി UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗും ഡാറ്റ സുരക്ഷയും, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെക്യൂരിറ്റി, സൈബർ സുരക്ഷാ ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് 3 നയങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇവ അന്തിമമായി തയ്യാറാക്കി പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ആഗോള കേന്ദ്രം എന്ന നിലയിൽ യുഎയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനാണ് ഈ നയങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഹമ്മദ് അൽ കുവൈത്തി പറഞ്ഞു. സൈബർ മേഖലയെ നിയന്ത്രിക്കാനും പൊതു സ്വകാര്യ മേഖലയുമായി പ്രാദേശികവും അന്തർദേശീയവുമായ പങ്കാളിത്തം രൂപപ്പെടുത്താനും സഹായിക്കുന്ന നയങ്ങളാണ് രൂപപ്പെടുത്തുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും മേഖലയിൽ നിരവധി രാജ്യങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ UAE പ്രചോദനാത്മക മാതൃകയെന്ന് ഡോക്ടർ അൽ കുവൈത്തി കൂട്ടിച്ചേർത്തു.
വിവാദങ്ങളിൽ മുതലെടുപ്പ് നടത്താറില്ല ആസിഫ് അലി. വിവാദമുണ്ടാക്കി സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സംഭവം കൃത്യമായ ക്ലൈമാക്സോടെ പര്യവസാനിച്ചു. ആസിഫ് അലി അഡിയോസ് അമിഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരാജ് വെഞ്ഞാറമൂടുമായി ഏറെക്കാലം നല്ല സൗഹൃദമുണ്ടെങ്കിലും ആദ്യമായാണ് ഒന്നിച്ച് അഭിനയിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അത്ഭുതമായിരുന്നു. രണ്ട് അപരിചിതരുടെ കണ്ടുമുട്ടലും അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ ട്രാവൽ മൂവിയിലൂടെ പറയുന്നത്. ലെവൽ ക്രോസിംഗിലെയും അഡിയോറ്റ് അമിഗോയിലൂടെയും കഥാപാത്രങ്ങൾ തമ്മിൽ വളരെ ഏറെ വ്യത്യാസമാണ്. അതുകൊണ്ട് പ്രേക്ഷകർ എന്റെ കഥാപാത്രങ്ങളെ മുൻവിധിയോടെ കാണില്ലെന്നാണ് ഞാൻ കരുതുന്നത്. COVID-19 ശേഷം മലയാള സിനിമയ്ക്കും അഭിനേതാക്കൾക്കും ലോകത്തെങ്ങു നിന്നും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ആസിഫ് അലി പറഞ്ഞു. നഗര കവാടം എന്ന കവർ സോങ് ശ്രദ്ധേയമായി. ഷൈനിയും സംഘവുമാണ് ഗാനം ആലപിച്ചത്. പള്ളി ആരാധനക്രമത്തിലെ ഗാനമാണ് നഗര കവാടം. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്കായാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. പാടിയത് തരുൺ, ജോൺ, ജോയൽ, ജയേഷ്, സെറീന, ഷൈനി. സംഗീതം ജോഷ് ജെയ്സ് നിർവഹിച്ചു. സംഗീത എഡിറ്റുകൾ ഡ്രീം ക്യാച്ചർ സ്റ്റുഡിയോയിൽ സ്റ്റാനു വർഗീസും വീഡിയോ എഡിറ്റുകൾ ജോൺ മോജിയും നിർവഹിച്ചു. ഫാദർ ജിജോ തോമസ് രാജൻ, സഹവികാരി സെന്റ് ഗ്രിഗറിയസ് ഓർത്തഡോക്സ് ചർച്ച് ഷാർജ. ഫാദർ സണ്ണി വർഗീസ് വികാരി, കടമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. അവാർഡ് നേടിയ ഇന്ത്യൻ പിന്നണി ഗായികയും ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ടൈറ്റിൽ ജേതാവുമായിരുന്ന മെറിൻ ഗ്രിഗറി, ഗോഡ്രിൻ ജിയോ സാബു എന്നിവരും ആശംസകൾ നേർന്നു. ജംഗിൾ ഫിയസ്റ്റ പാർട്ടീസാണ് നിർമ്മാതാക്കൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.